വെൽക്കം ടു യശോധേജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡേ 9 ടൈം ടേബിളിലെ കെമിസ്ട്രിയിലെ സൊല്യൂഷൻ എന്ന് പറഞ്ഞുള്ള ചാപ്റ്ററാണ്. ഇതിന് മുന്നത്തെ വീഡിയോസിൽ ബയോളജിയിലെ ഇക്കോസിസ്റ്റവും മോർഫോളജി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സും കഴിഞ്ഞു. ഇന്ന് നമുക്ക് സൊല്യൂഷൻസ് നോക്കാം. Yeshoda 80 Platform, a complete education channel for cracking competitive exams for your dream career in life science field as well as Kerala PSC exams. Please like, share and subscribe for more videos. +2 ചാപ്റ്ററാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത് കെമിസ്ട്രിയിലെ. അപ്പോൾ ഇതിൽ ആദ്യം വരുന്നത് സൊല്യൂഷനിലെ സൊല്യൂട്ടും സോൾവെൻറ്റും എന്താണെന്ന് പറയുന്നുണ്ട്. ജനറലി ദ കമ്പോണൻറ്റ് ദാറ്റ് ഈസ് പ്രസൻറ്റ് ഇൻ ദി ലാർജസ്റ്റ് ക്വാണ്ടിറ്റീസ് നോൺ ആസ് സോൾവെൻറ്റ്. നമുക്കറിയാം ഒരു സൊല്യൂട്ടും സോൾവെൻറ്റും ചേർന്നതാണ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ആ ഒരു സൊല്യൂഷനിൽ ലാർജസ്റ്റ് ക്വാണ്ടിറ്റിയിൽ പ്രസൻ്റ് ആയിരിക്കുന്ന കമ്പോണൻ്റ് ആണ് സോൾവെൻറ്റ്. സോൾവെൻറ്റ് ഡിറ്റർമിൻസ് ദ physical state in which solution exists. One or more components present in the solution other than solvent are called solute. അപ്പോൾ സൊല്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്? സോൾവെൻറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഒന്നോ അതിലധികമോ എന്താണ് വേറെ കമ്പോണൻസിനെയാണ് നമ്മൾ സൊല്യൂട്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ചാപ്റ്ററിൽ ബൈനറി സൊല്യൂഷൻസിനെ പറ്റിയാണ് പറയുന്നത്. ദാറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് 2 കമ്പോണൻസ്, 2 കമ്പോണൻസ് മാത്രമുള്ള ബൈനറി സൊല്യൂഷൻസിൻ്റെ കാര്യമാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. പിന്നെ ഈ ഒരു ടേബിൾ ഒന്ന് നോക്കണം. ടൈപ്സ് ഓഫ് സൊല്യൂഷൻസ്, അതായത് ഗേഷ്യസ് സൊല്യൂഷൻ ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരു ലിക്വിഡ് ആയിട്ടുള്ള സോൾവെൻറ്റിനകത്ത് എന്ത് പറയാനാ ഒരു സോളിഡ് ആയിട്ടുള്ള എന്തെങ്കിലും കമ്പോണൻറ്റ് ഒരു സൊല്യൂട്ട് ലയിക്കുന്നതായിരിക്കും നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരിക. അപ്പോൾ അതല്ല, നമ്മൾ അതിനാണ് ഈ ഒരു ടേബിളിൻ്റെ റിലവൻസ് വരുന്നത്. സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ഗേഷ്യസ് സൊല്യൂഷൻ ഉണ്ട്, ലിക്വിഡ് സൊല്യൂഷൻ ഉണ്ട്, സോളിഡ് സൊല്യൂഷൻ ഉണ്ട്. അപ്പോൾ ഗേഷ്യസ് സൊല്യൂഷനിൽ എക്സാമ്പിൾ സൊല്യൂട്ട് ഗ്യാസും സോൾവെൻറ്റ് ഗ്യാസും തന്നെ ആവുന്ന അവസ്ഥകളുണ്ട്. എക്സാമ്പിൾ, അതിൻ്റെ എക്സാമ്പിൾ വലത് സൈഡിൽ പറഞ്ഞിട്ടുണ്ട്. മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് നൈട്രജൻ ഗ്യാസസ്. അവിടെ ഓക്സിജൻ്റെയും നൈട്രജൻ്റെയും മിക്സ്ചർ എന്ന് പറയുമ്പോൾ അതിന് നമുക്കൊരു സൊല്യൂഷൻ എന്ന് പറയാം. എന്ത് സൊല്യൂഷനാണ്? ഇറ്റ്സ് എ ഗേഷ്യസ് സൊല്യൂഷൻ. പക്ഷേ അവിടെ മിക്സ് ആവുന്നത്, അവിടുത്തെ സൊല്യൂട്ടും സോൾവെൻറ്റും എന്നൊക്കെ പറയുന്നത് ആരാണ്? ഗ്യാസ് തന്നെയാണ്. അതുപോലെ ക്ലോറോഫോം മിക്സ്ഡ് വിത്ത് നൈട്രജൻ ഗ്യാസ്, അതെന്തിന് എക്സാമ്പിളാണ്? ലിക്വിഡ് ഗ്യാസ് എന്നുള്ള ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. ഇനി ക്യാംഫർ ഇൻ നൈട്രജൻ ഗ്യാസ്, ക്യാംഫർ നൈട്രജൻ ഗ്യാസുമായിട്ട് മിക്സ് ചെയ്യുന്നത് സോളിഡും ഗ്യാസും തമ്മിലുള്ള മിക്സ്ചർ ആണല്ലേ, അതൊരു ഗേഷ്യസ് സൊല്യൂഷൻ എക്സാമ്പിളാണ്. അതുപോലെ ലിക്വിഡ് സൊല്യൂഷനിൽ നോക്കാം, ഗ്യാസും ലിക്വിഡും ചേർന്നിട്ടുള്ളത് ഓക്സിജൻ ഡിസോൾഡ് ഇൻ വാട്ടർ, ലിക്വിഡും ലിക്വിഡും ആണെങ്കിൽ എക്സാമ്പിൾ എഥനോൾ ഡിസോൾഡ് ഇൻ വാട്ടർ, സോളിഡും ലിക്വിഡും ആണെങ്കിൽ ഗ്ലൂക്കോസ് ഡിസോൾഡ് ഇൻ വാട്ടർ. സോളിഡ് സൊല്യൂഷൻസിലാണെങ്കിൽ ഇനി അതുപോലെ നമ്മളിപ്പോൾ ഗേഷ്യസും ലിക്വിഡും പറഞ്ഞു, ഇനി സോളിഡിലാണെങ്കിൽ ഗ്യാസും സോളിഡും ചേരുമ്പോൾ എക്സാമ്പിൾ സൊല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ ഇൻ പലേഡിയം. ലിക്വിഡും സോളിഡും തമ്മിൽ ചേരുന്നതിന് ഉദാഹരണം അമാൽഗം ഇൻ മെർക്കുറി വിത്ത് സോഡിയം. അടുത്ത സോളിഡും സോൾഡും തമ്മിലുള്ള സൊല്യൂഷൻ ആണെങ്കിൽ കോപ്പർ ഡിസോൾഡ് ഇൻ ഗോൾഡ്. സോ ഈ ഒരു ടേബിള് ഈ ഒരു ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി ഇവിടെ മാസ് പെർസെൻറ്റേജ്, വോളിയം പെർസെൻറ്റേജ്, മാസ് ബൈ വോളിയം പെർസെൻറ്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ. ഈ പാർട്സ് പെർ മില്യൺ മുന്നത്തെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പിന്നെ മോൾ ഫ്രാക്ഷൻ, അടുത്ത മൊളാരിറ്റി ഒക്കെ പറയുന്നുണ്ടാവും. ഇതാ കിടക്കുന്നു മൊളാരിറ്റി, പിന്നെ മൊളാലിറ്റി, ഇതൊക്കെ ഇവിടെ ആദ്യമേ പറഞ്ഞു പോകുന്നുണ്ട്. എല്ലാവരും ഇത് ടെക്സ്റ്റ് ബുക്കിൽ നോക്കി വായിക്കുക, കാരണം നമ്മൾ മുന്നേ ഒരു വീഡിയോ ബേസിക് കോൺസെപ്റ്റിനകത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യത്തിലോട്ട് പോകാം. ഈ ഒരു ചാപ്റ്ററിൽ എന്ന് പറയുന്നത് നമുക്ക് 2 ലോ മാത്രമേ പഠിക്കാനുള്ളൂ. ബട്ട് ഇതിനകത്ത് കുറേ എക്സാമ്പിൾസ് പറഞ്ഞു പോകുന്നുണ്ട്. ക്ലോറോഫോം എന്നൊക്കെ പറഞ്ഞിട്ട് എക്സാമ്പിൾസ് പറഞ്ഞു പോകുന്നുണ്ട്. സോ ആ ഭാഗങ്ങൾ നമ്മൾ നന്നായിട്ട് നോക്കണം. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്തായാലും ലോ തന്നെയാണ്. ലോ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്, ഈവൻ ലോയിനേക്കാളും കൂടുതലായിട്ട് ചോദിച്ചു കണ്ടിട്ടുള്ളത് എക്സാമ്പിൾസ് കോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ, സോ നമുക്ക് അങ്ങനത്തെ കാര്യത്തിലോട്ട് പോവാം. ഒന്നാമത്തെ ലോ എന്ന് പറയുന്നത് ഹെൻറിസ് ലോ ആണ്. ഹെൻറിസ് ലോ എന്താണ്? ദ സോലബിലിറ്റി ഓഫ് എ ഗ്യാസ് ഇൻ എ ലിക്വിഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഓക്കെ, എന്താണ് ഹെൻറിസ് ലോയിൽ പറയുന്നത്? ഒരു ഗ്യാസിൻ്റെ സോലബിലിറ്റി, അതിൻ്റെ സോലബിലിറ്റി എന്ന് പറയുന്നത്, ഒരു ലിക്വിഡിൽ ഒരു ഗ്യാസിൻ്റെ സോലബിലിറ്റി എന്ന് പറയുന്നത് വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, ആ സോലബിലിറ്റി എന്തിനാണ് ഡയറക്ഷനിൽ പ്രൊപ്പോർഷണൽ ആവുന്നത്? ടു ദി പ്രഷർ ഓഫ് ദി ഗ്യാസ് അറ്റ്
അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. ഇത് പ്രഷറിനെയാണ് സോലുബിലിറ്റി എന്താണ് ഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ സോലുബിലിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ് പ്രഷർ ഓഫ് ദി ഗ്യാസ്. ഇതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ വരുന്നത് P is equal to KHX എന്നാണ്. KH എന്ന് പറയുന്നത് ഹെൻറിസ് ലോ കോൺസ്റ്റന്റ് ആണ്. ആപ്ലിക്കേഷൻസ് പറയുമ്പോൾ സ്ക്യൂബ ഡൈവേഴ്സ് യൂസ് എ മിക്സ്ചർ ഓഫ് എയർ ആൻഡ് ഹീലിയം ടു അവോയ്ഡ് ബെൻസ്. അതുപോലെ പീപ്പിൾ ലിവിങ് അറ്റ് ഹൈ ഓൾട്ടിറ്റ്യൂഡ് ലാക്സ് ഓക്സിജൻ ഇൻ ദെയർ ബ്ലഡ് അനോക്സിയ. ഓക്കെ, ഇതൊക്കെയാണ് ഹെൻറിസ് ലോയുടെ ആപ്ലിക്കേഷൻ വരുന്നത്. അടുത്ത രണ്ടാമത്തെ ലോ റൗൾസ് ലോ ആണ്. എന്താണ്? ദ വേപ്പർ പ്രഷർ ഓഫ് എ സൊല്യൂഷൻ containing a non-volatile solute is directly proportional to the mole fraction of the solvent. ഇനി ഐഡിയൽ സൊല്യൂഷൻ എന്താണ്? എ സൊല്യൂഷൻ വിച്ച് ഒബേസ് റൗൾസ് ലോ അറ്റ് ഓൾ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻസ്. എല്ലാ ടെമ്പറേച്ചറിലും കോൺസെൻട്രേഷനിലും ഈ പറഞ്ഞ റൗൾസ് ലൈന് P is proportional to chi എന്നുള്ള എന്താണ് ടേമിനെ ഒബേ ചെയ്യുന്ന സൊല്യൂഷനെയാണ് നമ്മൾ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത അവരുടെ എൻതാൽപ്പീസ് ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും 0 ആയിരിക്കും ഫോർ ഐഡിയൽ സൊല്യൂഷൻ. എക്സാമ്പിൾ, ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ വരുന്നത് ബെൻസീൻ ആൻഡ് ടോളുവിൻ, ഓക്കെ, എൻഹെക്സേൻ ആൻഡ് എൻഹെപ്റ്റൈൻ, ഈഥൈൽ ബ്രോമൈഡ് ആൻഡ് ഈഥൈൽ അയോഡൈഡ്. ഇതൊക്കെയാണ് ഐഡിയൽ സൊല്യൂഷൻ എക്സാമ്പിൾ വരുന്നത്. അങ്ങനെയാണെങ്കിൽ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്തായിരിക്കും? സൊല്യൂഷൻ വിച്ച് ഡസൻറ്റ് ഒബേ റൗൾസ് ലോ ഒബേ ചെയ്യാത്ത സൊല്യൂഷനെയാണ് നമ്മൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡെൽറ്റ എച്ച് മിക്സും ഡെൽറ്റ വി മിക്സും എന്തായിരിക്കും? നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. ഓക്കെ, നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫിനിഷൻ നോക്കാം. ഐഡിയൽ സൊല്യൂഷൻ: ദ സൊല്യൂഷൻസ് വിച്ച് ഒബേ റൗൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ആർ നോൺ ആസ് ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, സൊല്യൂഷൻ ഫുള്ളായിട്ട് റൗൾസ് ലൈനെ ഒബേ ചെയ്യുന്നവരാണെങ്കിൽ അവരെ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ എന്ന് വിളിക്കാം. ദ ഐഡിയൽ സൊല്യൂഷൻസ് ഹാവിംഗ് 2 other important properties. ഇവരുടെ മറ്റ് 2 ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ദ എൻതാൽപ്പി ഓഫ് മിക്സിംഗ് ഓഫ് ദി പ്യുവർ കമ്പോണൻസ് ടു ഫോം ദ സൊല്യൂഷൻ ഈസ് 0. എൻതാൽപ്പി ഓഫ് മിക്സിംഗ് 0 ആയിരിക്കും. ആൻഡ് ദ വോളിയം ഓഫ് മിക്സിംഗ് ഈസ് ഓൾസോ 0. ഇവരുടെ വോളിയം ഓഫ് മിക്സിംഗ് ഡെൽറ്റ വി മിക്സും 0 ആയിരിക്കും. ഇറ്റ് മീൻസ് ദാറ്റ് നോ ഹീറ്റ് ഈസ് അബ്സോർബ്ഡ്. ഓർ ഇവോൾവ്ഡ് വെൻ ദി കമ്പോണൻസ് ആർ മിക്സ്ഡ്. അതായത് ഇവിടെ നിന്ന് എന്ത് വരുന്നില്ല? ഹീറ്റ് ഇവോൾവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഹീറ്റ് അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നില്ല. ഓൾസോ ദ വോളിയം ഓഫ് സൊല്യൂഷൻ വുഡ് ബി ഈക്വൽ ടു ദി എന്താണ് സം ഓഫ് വോളിയംസ് ഓഫ് ദി 2 കമ്പോണൻസ്. ഇവിടെ ഡെൽറ്റ വി മിക്സ് 0 ആവുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്? ഇവരെ 2 കമ്പോണൻസിനെ തമ്മിൽ ചേർത്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയാലും അവിടെ വോളിയത്തിൽ ചേഞ്ച് വരുന്നില്ല. ദ വോളിയം ഓഫ് സൊല്യൂഷൻ വുഡ് ബി ഈക്വൽ ടു ദി സം ഓഫ് ദി വോളിയംസ് ഓഫ് 2 കമ്പോണൻസ്. ഏതൊക്കെ 2 കമ്പോണൻസ് തമ്മിലാണോ ചേർന്ന് സൊല്യൂഷൻ ഉണ്ടായത് അവരുടെ വോളിയത്തിൻ്റെ സം തന്നെയായിരിക്കും നമുക്ക് അവസാനം കിട്ടുന്ന സൊല്യൂഷൻ്റെ വോളിയം. അറ്റ് മോളിക്കുലർ ലെവലിൽ നോക്കിയേ, ഐഡിയൽ ബിഹേവിയർ ഓഫ് ദി സൊല്യൂഷൻസ് ക്യാൻ ബി explained by considering 2 components A and B. In pure components, the intermolecular attractive interactions will be types AA, BB. അതായത് A എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും അതുപോലെ B എന്ന് പറയുന്ന ഒരു കമ്പോണൻറ്റും തമ്മിൽ ചേർന്നിട്ടുള്ള ഒരു ഐഡിയൽ സൊല്യൂഷനാണ് നമ്മളിവിടെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ വരുന്ന ഇൻട്രാക്ഷൻസ്, അതായത് ഈ ഓരോ കമ്പോണൻറ്റിൻ്റെയും മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷൻ ഉണ്ടാവില്ല, അവരുടെ അട്രാക്റ്റീവ് ഇൻട്രാക്ഷൻസ് എന്തൊക്കെയായിരിക്കും? AA ടൈപ്പ് ഉണ്ടാവും, BB ടൈപ്പും ഉണ്ടാവും. ഓക്കെ, എയിൽ AA ടൈപ്പും ബിയിൽ BB ടൈപ്പും ആയിരിക്കുമല്ലോ ഉണ്ടാകുന്നത്. വേറസ് ഇൻ ദി ബൈനറി സൊല്യൂഷൻസ് ഇൻ അഡീഷൻ ടു ദീസ് ഇൻട്രാക്ഷൻസ്, അപ്പോൾ ഇത് എന്തായിരിക്കും? നമ്മൾ ഒരു ഐഡിയൽ ബിഹേവിയർ ഒരു മോളിക്യൂളിൻ്റെ ഇപ്പോൾ എ എന്ന് പറയുന്ന മോളിക്യൂളിൽ എ ഇൻട്രാക്ഷനും ബി എന്ന് പറയുന്ന മോളിക്യൂളിൽ BB ഇൻട്രാക്ഷനും അവരുടെ ഉള്ളിലുണ്ടാവും. അതുപോലെ നമ്മളിപ്പോൾ ബൈനറി സൊല്യൂഷൻ്റെ കാര്യത്തിൽ ഇവർ ചേർന്നിട്ടുള്ള സൊല്യൂഷൻ ആകുമ്പോൾ എന്തൊക്കെ കൂടെ ഉണ്ടാവും? AB ടൈപ്പ് ഓഫ് ഇൻട്രാക്ഷൻ വിൽ ഓൾസോ ബി പ്രസന്റ്. അല്ലെ, ഇവർ രണ്ടും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ AB ടൈപ്പ് ഇൻട്രാക്ഷൻ കൂടി ഇവിടെ ഉണ്ടാവും. അടുത്ത് if the intermolecular AB type of if the intermolecular attractive forces between AA and BB are nearly equal to those between AB, this leads to the formation of ideal solution. അപ്പോൾ ഈ intermolecular attractive forces between AAയും അതുപോലെ BBയും ഓൾമോസ്റ്റ് എന്താണ് AB എന്ന് പറയുന്ന intermolecular ഫോഴ്സിന് ഏകദേശം ഈക്വൽ ആവുന്ന സമയത്താണ് ഐഡിയൽ സൊല്യൂഷൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. A perfectly ideal solution is rare, but some solutions are nearly ideal in behavior
ബിഹേവിയർ. ഓക്കെ, പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയൽ സൊല്യൂഷൻസ് റെയർ ആണ്, ബട്ട് ചില ഐഡിയൽ സൊല്യൂഷൻ ബിഹേവിയർ കാണിക്കുന്നവരുണ്ട് ചില സൊല്യൂഷൻസ്. എക്സാമ്പിൾ എന്താണ്? സൊല്യൂഷൻ ഓഫ് എൻ ഹെക്സെയിൻ ആൻഡ് എൻ ഹെപ്റ്റൈൻ, ബ്രോമോ ഈഥെയിൻ ആൻഡ് ക്ലോറോ ഈഥെയിൻ, ബെൻസീൻ ആൻഡ് ടോൾവീൻ എക്സെട്ര ഫോൾ ഇൻ ടു ദിസ് കാറ്റഗറി. ഇതിൽ നമുക്ക് കൂടുതൽ എക്സാമ്പിൾ പഠിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത്. കാരണം ഈ ഒരു ഭാഗമാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഈവൻ ഇതിൻ്റെ ഐഡിയൽ സൊല്യൂഷൻ എന്താണ് എന്നുള്ളതിനേക്കാളും എക്സാമ്പിളിനാണ് ഇവിടെ ഒരു എന്താ പറയാനായിട്ട് എക്സ്ട്രാ വെയിറ്റേജ് ഉള്ളത്. ഓക്കെ, അടുത്ത് നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ടെക്സ്റ്റ് ബുക്ക് ഡെഫിനിഷൻ നോക്കാം. വെൻ എ സൊല്യൂഷൻ ഡസ് നോട്ട് ഒബേ റൗൾസ് ലോ ഓവർ ദി എൻറ്റയർ റേഞ്ച് ഓഫ് കോൺസെൻട്രേഷൻ ദെൻ ഇറ്റ് ഈസ് കോൾഡ് നോൺ ഐഡിയൽ സൊല്യൂഷൻ. ദ വേപ്പർ പ്രഷർ ഓഫ് സച്ച് എ സൊല്യൂഷൻ ഈസ് ഐദർ ഹയർ ഓർ ലോവർ ദാൻ ദാറ്റ് പ്രിഡിക്റ്റഡ് ബൈ റൗൾസ് ലോ. അപ്പോൾ റൗൾസ് ലോ വഴി പ്രിഡിക്റ്റ് ചെയ്യുന്ന വേപ്പർ പ്രഷർ ഇവിടെ എന്തായിരിക്കും? ഒന്നുകിൽ കൂടുതലായിരിക്കാം അല്ലെങ്കിൽ കുറവായിരിക്കാം. ഇഫ് ഇറ്റ് ഈസ് ഹയർ ദ സൊല്യൂഷൻ എക്സിബിറ്റ്സ് പോസിറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ വേപ്പർ പ്രഷർ കൂടുതലാണെങ്കിൽ സൊല്യൂഷൻ എന്തായിരിക്കും? ഒരു പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. അതായത് ഇവരുടെ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്ന സമയത്താണ് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് ലോവർ ഇറ്റ് എക്സിബിറ്റ്സ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. അപ്പോൾ വേപ്പർ പ്രഷർ കുറച്ചാണ് കിട്ടുന്നതെങ്കിൽ, ലോവർ ആണെങ്കിൽ നമുക്ക് നെഗറ്റീവ് ഡീവിയേഷൻ ആയിരിക്കും കാണിക്കുന്നത്. ദ പ്ലോട്ട്സ് ഓഫ് വേപ്പർ പ്രഷർ ആസ് എ ഫംഗ്ഷൻ ഓഫ് മോൾ ഫ്രാക്ഷൻ ഫോർ വൺ സൊല്യൂഷൻ ആർ ഷോൺ ഇൻ ഫിഗർ 2.6. ഈ ഒരു പിക്ചർ നോക്കിയാൽ ദ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ടു കമ്പോണൻറ്റ് സിസ്റ്റംസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് കമ്പോസിഷൻ. രണ്ട് കമ്പോണൻറ്റ് വെച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ വേപ്പർ പ്രഷറാണ് പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നോൺ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് നോക്കുന്നതിന് മുന്നേ നമുക്ക് ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് നോക്കാം. ഇതാണ് ആ ഗ്രാഫ്. ദ പ്ലോട്ട് ഓഫ് വേപ്പർ പ്രഷർ ആൻഡ് മോൾ ഫ്രാക്ഷൻ ഓഫ് ആൻ ഐഡിയൽ ഗ്യാസ് അറ്റ് കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷനും വൈ ആക്സിസിൽ വേപ്പർ പ്രഷറുമാണ് കാണിച്ചിരിക്കുന്നത്. ദ ഡാഷ്ഡ് ലൈൻസ് 1 and 2 റെപ്രസെൻറ്റ് ദ പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണൻസ്. ഈ ഡാഷ്ഡ് ലൈൻസ് കണ്ടോ, ഇതും ഇങ്ങനെ ക്രോസ് ആയിട്ട് പോകുന്ന ലൈൻസ്, ഇത് കാണിക്കുന്നത് പാർഷ്യൽ പ്രഷർ ഓഫ് ദി കമ്പോണൻസ് ആണ്. ഈ നമ്മളൊരു ബൈനറി സൊല്യൂഷൻ അല്ലേ എടുക്കുന്നത്. സോ ഇവിടെ കമ്പോണൻറ്റ് 1ഉം കമ്പോണൻറ്റ് 2ഉം ഉണ്ടാവും. സോ ഇവരുടെ ഓരോരുത്തരുടെയും പാർഷ്യൽ പ്രഷറാണ് ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്. ദെൻ ഇറ്റ് ക്യാൻ ബി സീൻ ഫ്രം ദി പ്ലോട്ട് ദാറ്റ് P1 and P2 ആർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു Chi1 and Chi2 റെസ്പെക്റ്റീവ്ലി. അപ്പോൾ ഇവിടുത്തെ P1ഉം അതുപോലെ P2 എന്ന് പറയുന്നത് Chi1 Chi2ന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. ദ ടോട്ടൽ വേപ്പർ പ്രഷർ ഈസ് ഗിവൺ ബൈ ദി ലൈൻ മാർക്ക്ഡ് 3 ഇൻ ദി ഫിഗർ. ഇവിടെ 3 എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലൈനാണ്. സോ ഇവിടെ നിന്ന് നമുക്ക് ടോട്ടൽ വേപ്പർ പ്രഷർ കിട്ടും. അത് ഇൻഡിവിജ്വൽ കമ്പോണൻസിൻ്റെ വേപ്പർ പ്രഷറിൻ്റെ അഡീഷൻ ആണ്. ഓക്കെ, സം ആണ്. ഇത് ആക്ച്വലി വേറൊരു ലോ ആണ്. അക്കോർഡിംഗ് ടു ഡോൾട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ, ഡോൾട്ടൻ്റെ ലോ വരുന്നുണ്ട് പാർഷ്യൽ പ്രഷേഴ്സ് ഓഫ് ലോയിൽ പറയുന്നത് ദ ടോട്ടൽ പ്രഷർ P total over the solution phase in the container will be the sum of the partial pressures of the components of the solution and is given as P total is equal to P1 plus P2. total pressure എന്ന് പറയുന്നത് സൊല്യൂഷൻ ഫേസിനകത്തുള്ള ഇൻഡിവിജ്വൽ കമ്പോണൻസിൻ്റെ പാർഷ്യൽ പ്രഷേഴ്സിൻ്റെ സമ്മിന് ഈക്വൽ ആണെന്ന് ഡോൾട്ടൺസ് ലോയിൽ പറയുന്നുണ്ട്. സോ അങ്ങനെ വെച്ചിട്ടാണ് ഈ ഒരു ടോട്ടൽ പ്രഷറും കൂടി ഇവിടെ പ്ലോട്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് നമ്മുടെ ഐഡിയൽ സൊല്യൂഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരുന്നത്. ഇനി നമ്മുടെ നോൺ ഐഡിയൽ സൊല്യൂഷനിലാവുമ്പോഴത്തേക്കും നമ്മൾ ഓൾറെഡി പറഞ്ഞു അവർ റൗൾസ് ലോ ഒബേ ചെയ്യുന്നില്ല. പിന്നെ ഇവർ പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻസ് കാണിക്കും. സോ ഇതാണ് ഫിഗർ 2.6 പറയുന്നത് ദ വേപ്പർ പ്രഷേഴ്സ് ഓഫ് ടു കമ്പോണൻറ്റ് സിസ്റ്റംസ് ആസ് എ ഫംഗ്ഷൻ ഓഫ് കമ്പോസിഷൻ. ഒന്നാമത്തേത് എ സൊല്യൂഷൻ ദാറ്റ് ഷോ പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കണ്ടോ, പോസിറ്റീവിലോട്ട് കാണിക്കുകയാണ്. റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവിലോട്ട് കാണിക്കുകയാണ്. അപ്പോഴേക്കും ഇവിടെ എന്ത് പറ്റുകയാണ്? വേപ്പർ പ്രഷറും പോസിറ്റീവ് ഡീവിയേറ്റഡ് ആയി പോവുകയാണ്. രണ്ടാമത്തേത് എ സൊല്യൂഷൻ ദാറ്റ് ഷോസ് നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. റൗൾസ് ലോയിൽ നിന്ന് നെഗറ്റീവ് ഡീവിയേഷൻ കാണിക്കുമ്പോൾ എന്താണ്? ആ ഡാഷ്ഡ് ലൈൻസിൻ്റെ താഴോട്ടാണ് ഗ്രാഫ് ഡീവിയേറ്റ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അടുത്ത അപ്പോൾ നമ്മൾ ഫിഗർ നോക്കി. ഇനി ദ കോസ് ഫോർ ദീസ് ഡീവിയേഷൻസ് ലൈ ഇൻ ദ നേച്ചർ ഓഫ് ഇൻട്രാക്ഷൻസ് അറ്റ് ദി മോളിക്കുലാർ ലെവൽ. അപ്പോൾ ഈ ഡീവിയേഷന് കാരണം മോളിക്കുലാർ ലെവലിലുള്ള ഇൻട്രാക്ഷൻ, നേരത്തെ പറഞ്ഞ എ ബി ടൈപ്പ് ഒക്കെ പറഞ്ഞല്ലോ. സോ ആ പറയുന്ന ഇൻട്രാക്ഷൻ്റെ കാരണം കൊണ്ടാണ് വരുന്നത്. ഇൻ കേസ് ഓഫ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ എ ബി ഇൻട്രാക്ഷൻസ് ആർ വീക്കർ ദാൻ ദോസ് ബിറ്റ്വീൻ എ ഓർ ബി. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ ആണ് കാണിക്കുന്നതെങ്കിൽ അവിടെ എ ഇൻട്രാക്ഷനും ബി ഇൻട്രാക്ഷൻ ആയിരിക്കും കൂടുതൽ. ആര്
കുറവായിരിക്കും, എ ബി ഇൻട്രാക്ഷൻ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ്റെ കാര്യം എന്താണ്? എ ബി ഇൻട്രാക്ഷൻ വീക്കർ ആയിരിക്കും. ദാറ്റ് ഈസ് in this case the intermolecular attractive forces between the solute to solvent molecules are weaker than those between the solute to solute and solvent molecules. ആ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള കമ്പോണൻസിൻ്റെ അവരുടെ ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് ഭയങ്കര സ്ട്രോങ്ങും ഈ രണ്ട് കമ്പോണൻസ് തമ്മിൽ ചേരുന്ന, അതായത് സൊല്യൂട്ടും സോൾവെന്റും തമ്മിൽ ചേരുമ്പോൾ ഉണ്ടാവേണ്ട ഇന്റർമോളിക്കുലാർ ഫോഴ്സസ് വീക്കും ആയിരിക്കും. അപ്പോഴാണ് നമുക്കിവിടെ പോസിറ്റീവ് ഡീവിയേഷൻ കിട്ടുക. ദിസ് മീൻസ് ദാറ്റ് ഇൻ സച്ച് സൊല്യൂഷൻസ് മോളിക്യൂൾസ് ഓഫ് എ ഓർ ബി will find it easier to escape than in pure state. This will increase the vapor pressure and result in positive deviation. അങ്ങനെ അവിടെ വേപ്പർ പ്രഷർ കൂടും, സോ വേപ്പർ പ്രഷറും പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കും. എക്സാമ്പിൾ, മിക്സ്ചേഴ്സ് ഓഫ് ethanol and acetone behave in this manner. In pure ethanol, molecules are hydrogen bonded. On adding acetone, its molecules get in between the host molecules and break some of the hydrogen bonds between them. Due to weakening of interactions, the solution shows positive deviation from Raoult's law. നേരത്തെ പറഞ്ഞല്ലോ ഇത് പോസിറ്റീവ് ഡീവിയേഷൻ ആണ് എ ഫിഗർ. ദെൻ ബിയിലാണെങ്കിൽ നെഗറ്റീവ് ഡീവിയേഷൻ. ഓക്കെ, ഇൻ എ സൊല്യൂഷൻ ഫോംഡ് ബൈ ആഡിങ് കാർബൺ ഡൈസൾഫൈഡ് ടു അസറ്റോൺ. അടുത്ത എക്സാമ്പിൾ ആണ് കാർബൺ ഡൈസൾഫൈഡ് ടു അസറ്റോൺ. ദ ഡൈപോളാർ interactions between solute-solvent molecules are weaker than the respective interactions among the solute-solute and solvent-solvent molecules. This solution also shows a positive deviation. അപ്പോൾ എക്സാമ്പിൾ നന്നായിട്ട് പഠിക്കുക. In case of negative deviation, നമ്മൾ നെഗറ്റീവ് ഡീവിയേഷനിലോട്ട് വരികയാണ്. നെഗറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ, the intermolecular attractive forces between AA and BB are weaker than those between AB and leads to decrease in vapor pressure resulting in negative deviation. അപ്പോൾ ഇവിടെ വരുന്ന എന്താണ്? റൗൾസ് ലോയിൽ നിന്ന് വ്യത്യാസം വരുന്നത് എ എ ഇൻട്രാക്ഷനും ബി ബി ഇൻട്രാക്ഷനും എന്തായിരിക്കും ഇവിടെ വീക്കർ ആയിരിക്കും, എ ബി ഇൻട്രാക്ഷൻ ആയിരിക്കും കൂടുതലായിട്ട് വരുന്നത്. സോ അതിൻ്റെ ഫലമായിട്ട് വേപ്പർ പ്രഷർ ഡിക്രീസ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ എന്താണ്? നെഗറ്റീവ് ഡീവിയേഷനും കാണിക്കുന്നുണ്ട്. അങ്ങനെ ഡീവിയേഷൻ നെഗറ്റീവ് ആവുന്നുണ്ട്. ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് type is a mixture of phenol and aniline. ഫിനോളും അനിലിനും. In this case, the intermolecular hydrogen bonding between phenolic proton and lone pair on nitrogen atom of aniline is stronger than the respective intermolecular hydrogen bonding between similar molecules. Similarly, a mixture of chloroform and acetone forms a solution with negative deviation from Raoult's law. This is because chloroform molecule is able to form hydrogen bond with the acetone molecule as shown. This decreases the escape tendency of molecules for each component and consequently the vapor pressure decreases, resulting in negative deviation from Raoult's law. കണ്ട, ഈ ഫിഗർ ആണ് പറയുന്നത്. അടുത്ത് ഇനി നോക്കാനുള്ളത് സം ലിക്വിഡ്സ് ഓൺ മിക്സിംഗ്. ചില ലിക്വിഡ്സ് മിക്സ് ചെയ്യുമ്പോൾ അസിയോട്രോപ്സ് ഫോം ചെയ്യും. എന്താണ് അസിയോട്രോപ്സ്? Some liquids on mixing form azeotrophs, which are binary mixtures having the same composition in liquid and vapor phase and boil at constant temperature. Azeotrophs എന്ന് പറയുന്നത് മിക്സ്ചർ ഓഫ് ചില ലിക്വിഡ്സിൻ്റെ മിക്സ്ചേഴ്സ് ആണ് അസിയോട്രോപ്സ്. അതിലെന്താണ് സംഭവിക്കുന്നത്? ഈ കമ്പോണൻസിൻ്റെ കമ്പോസിഷനും അതുപോലെ വേപ്പർ ഫേസും ഒക്കെ ഈ സെയിം ആയിരിക്കും. പിന്നെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ അവർ ഒരേ സമയത്ത് തന്നെ ബോയിൽ ചെയ്യും. ഇൻ സച്ച് കേസസ് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ബൈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ. അപ്പോൾ ബോയിലിംഗ് പോയിന്റ് സെയിം ആണെങ്കിൽ അവരെ ഒരുമിച്ച് നമുക്ക് നമ്മുടെ ഈ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷനിൽ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വലിയ പാടായിരിക്കും അല്ലേ. ദർ ആർ ടു ടൈപ്സ് ഓഫ് അസിയോട്രോപ്സ് കോൾഡ് മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആൻഡ് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ്. അപ്പോൾ അസിയോട്രോപ്സ് രണ്ട് തരത്തിലുണ്ട്. ഒന്ന് മിനിമവും രണ്ടാമത്തേത് മാക്സിമം ആണ്. മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പും മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്പും. ദ സൊല്യൂഷൻസ് വിച്ച് ഷോ എ ലാർജ് പോസിറ്റീവ് ഡീവിയേഷൻസ് ഫ്രം റൗൾട്ട്സ് ലോ ഫോം മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പ് അറ്റ് എ സ്പെസിഫിക് കമ്പോസിഷൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതിൽ റൗൾട്ട്സ് ലോ ഒബേ ചെയ്യാത്ത വലിയ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്നവരുണ്ടല്ലോ, അവരെല്ലാവരും എന്തായിരിക്കും അവർ ഫോം ചെയ്യുന്നത്? മിനിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആയിരിക്കും അവർ ഫോം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, എഥനോൾ വാട്ടർ മിക്സ്ചർ നോക്കാം. ഒബ്റ്റൈൻഡ് ബൈ ഫെർമെൻറ്റേഷൻ ഓഫ് ഷുഗേഴ്സ്. Ethanol water mixture on fractional distillation gives a solution containing approximately 95% by volume of ethanol. Once this composition known as azeotrope composition has been achieved, the liquid and vapor have the same composition and no further separation occurs. The solutions that show large negative deviation from Raoult's law form maximum boiling. Okay.
ദ സൊല്യൂഷൻസ് ദാറ്റ് ഷോ ലാർജ് നെഗറ്റീവ് ഡീവിയേഷൻ. അപ്പോൾ നമ്മളിപ്പോൾ പോസിറ്റീവിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നെഗറ്റീവ് ഡീവിയേഷൻ കൂടുതലായിട്ട് കാണിക്കുന്നവരാണെങ്കിൽ അവരെന്തായിരിക്കും ഫോം ചെയ്യുക? മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആയിരിക്കും ഫോം ചെയ്യുക. നൈട്രിക് ആസിഡ് ആൻഡ് വാട്ടർ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ദിസ് ക്ലാസ് ഓഫ് അസിയോട്രോപ്പ്. അപ്പോൾ എത്തനോളും വാട്ടർ മിക്സ്ചർ എന്തിന് എക്സാമ്പിൾ ആയിരുന്നു? നമ്മുടെ മിനിമം ബോയിലിംഗ് അസിയോട്രോപ്പിന് എക്സാമ്പിൾ. അതുപോലെ നൈട്രിക് ആസിഡും വാട്ടറും വരുന്നത് എന്തിനാണ്? നെഗറ്റീവ് ഡീവിയേഷൻ കൂടുതലാണ്. സോ അവർ കാണിക്കുന്നത് മാക്സിമം ബോയിലിംഗ് അസിയോട്രോപ്സ് ആണ്. This azeotrope has the approximate composition 68% nitric acid and 32% water by mass with a boiling point of 393.5 Kelvin. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ്. പ്രോപ്പർട്ടീസ് ഡിപ്പെൻഡ് ഓൺ ദി നമ്പർ ഓഫ് സൊല്യൂട്ട് പാർട്ടിക്കിൾസ് ഇറസ്പെക്റ്റീവ് ഓഫ് their nature relative to the total number of particles present in the solution. Such properties are called colligative properties. എന്താണെന്ന് മനസ്സിലായോ? സൊല്യൂഷനിലുള്ള ഈ സൊല്യൂട്ടിൻ്റെയൊക്കെ നേച്ചറിനെ നോക്കാതെ എത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് ഉള്ളത് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന പ്രോപ്പർട്ടീസിനെയാണ് നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. കൊളിഗേറ്റീവ് എന്ന് പറയുന്നത് ലാറ്റിനിൽ നിന്ന് വന്ന വേർഡാണ്. കോ മീൻസ് ടുഗദർ, ലിഗർ മീൻസ് ബൈൻഡ്. അപ്പോൾ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. 1 റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, 2 എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്, 3 ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്, 4 ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ നമ്മൾ ഈ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറൊക്കെ നമുക്ക് തിയററ്റിക്കലി കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട് ടെക്സ്റ്റ് ബുക്കിൽ. അപ്പോൾ അത് പെട്ടെന്ന് നോക്കുമ്പോൾ കിട്ടത്തില്ല. ജസ്റ്റ് ആ NCERT ഫുള്ളായിട്ട് ഇങ്ങനെ വായിച്ച് വന്നാലേ നമുക്കത് കറക്റ്റ് ഐഡിയ ഫുള്ളായിട്ട് വരത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഇക്വേഷൻ മാത്രമാണ് ഇവിടെ ആക്ച്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ആയിട്ടുള്ള റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ നോക്കാം. സാധാരണ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഒരു സോൾവെൻ്റ് എടുക്കുകയാണ്, ഇക്വിലിബ്രിയം കണ്ടീഷനിലിരിക്കുകയാണ്, അല്ലെങ്കിൽ ഒരു ലിക്വിഡ്. സോ ആ ടൈമിൽ അവരുടെ വേപ്പേഴ്സ് എക്സേർട്ട് ചെയ്യുന്ന പ്രഷറാണ് വേപ്പർ പ്രഷർ. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്യുവർ ലിക്വിഡ്, ജസ്റ്റ് ഒരു ലിക്വിഡ് മാത്രം എടുക്കുകയാണെങ്കിൽ ആ ലിക്വിഡിൻ്റെ ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ അല്ലെങ്കിൽ സർഫസ് ഓഫ് ദി ലിക്വിഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ലിക്വിഡിൻ്റെ മോളിക്യൂൾസ് മാത്രം തന്നെയായിരിക്കും അല്ലേ? എന്നാൽ ഞാൻ അതിലോട്ടൊരു നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യുകയാണെന്ന് വെച്ചോ. അപ്പോൾ നോൺ വോളറ്റൈൽ ആണ്, അതുകൊണ്ട് തന്നെ അവിടെ വേപ്പേഴ്സ് ഒന്നും പുറത്തോട്ട് പോകുന്നില്ല. അപ്പോൾ ആ സമയത്ത് എന്ത് പറ്റും? ഈ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സിൻ്റെ മോളിക്യൂൾസിൻ്റെ ഇടയിൽ കൂടി എസ്കേപ്പ് ചെയ്ത് പോകുന്ന വേപ്പേഴ്സിൻ്റെ എണ്ണം അവിടെ കുറയുകയാണ്. നമ്മുടെ സോൾവെൻറ്റ് അല്ലെങ്കിൽ നമ്മുടെ ആദ്യം എടുത്ത ലിക്വിഡിൻ്റെ വേപ്പേഴ്സിന് പഴയതുപോലെ കൂടുതൽ പ്രഷർ എക്സേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് വേപ്പേഴ്സിന് എസ്കേപ്പ് ചെയ്യാനോ പറ്റാതെ വരുന്നുണ്ട്. സോ അത് എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഫലമായിട്ട് വേപ്പർ പ്രഷർ അവിടെ കുറയുകയാണ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ആണ് അവിടെ ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് സംഭവിക്കുന്നത് ആണല്ലോ. നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ട്സിനെ ആഡ് ചെയ്തപ്പോൾ അവിടെ വേപ്പർ പ്രഷർ കുറയാണ് ചെയ്യുന്നത്. ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് അവിടെ നടക്കുന്നത്. സോ നമുക്കിതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ രണ്ട് കമ്പോണൻസ് എടുക്കുകയാണ്, എ എന്നും ബി എന്നും പറയുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് നമ്മൾ സോൾവെൻറ്റിൻ്റെ കമ്പോണൻസ് എടുക്കാം, ബി എന്ന് പറയുന്നത് നമ്മൾ സൊല്യൂട്ട് എടുക്കാം. അപ്പോഴത്തേക്ക് ഇവിടെ വരുന്നത് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ്. സാധാരണ നമ്മൾ പി ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്മൾ കൈ എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? പാർഷ്യൽ പ്രഷർ അല്ലെങ്കിൽ വേപ്പർ പ്രഷർ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോവറിംഗ് ആണ്, ഇവിടെ പ്രഷർ കുറയാണ് ചെയ്യുന്നത്. ദസ് ദ റിലേറ്റീവ് ലോവറിംഗ്. അപ്പോൾ റിലേറ്റീവ് ലോവറിംഗ് ഇൻ വേപ്പർ പ്രഷർ ഓഫ് ആൻ ഐഡിയൽ സൊല്യൂഷൻ കണ്ടെയ്നിങ് ദ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ട് അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ. സോ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറയുമ്പോഴത്തേക്കും എന്തായിരിക്കും? അത് ജസ്റ്റ് ലോവറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? ജസ്റ്റ് ഇപ്പോൾ ഇത് നോക്കിക്കേ, PC നമ്മൾ
ഇനി ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം. നമുക്ക് ഈ റൗൾസ് ലോയിൽ നിന്നൊക്കെ ആയിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ റിലേറ്റീവ് ലോവറിങ് ഓഫ് പ്രഷർ അല്ലേ പറഞ്ഞത്. സോ ലോവറിങ് ഓഫ് പ്രഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചേഞ്ച് ഇൻ പ്രഷേഴ്സ് ആണല്ലേ, ചേഞ്ച് ഇൻ വേപ്പർ പ്രഷറാണ്. സോ ഡെൽറ്റ P1 എന്നും, അതുപോലെ റിലേറ്റീവ് ലോവറിങ് ആയതുകൊണ്ട് നമ്മൾ ഡിവൈഡഡ് ബൈ P01 അവരുടെ പ്യുവർ സ്റ്റേറ്റിലുള്ള ആ സോൾവെൻറ്റിൻ്റെ വേപ്പർ പ്രഷറും അതുപോലെ സോൾവെൻറ്റിൻ്റെ പ്യുവർ സ്റ്റേറ്റിലുള്ള വേപ്പർ പ്രഷറുമാണ് ഈ കാണിച്ചിരിക്കുന്നത്. സോ ഇവരുടെ ചേഞ്ച് ആ ലോവറിങ്ങിനെ കാണിക്കുന്നതാണ് P01 മൈനസ് P1 ഡിവൈഡഡ് ബൈ അവനെ റിലേറ്റ് ചെയ്ത് കാണിക്കുന്നത് ഡിവൈഡഡ് ബൈ P01. അപ്പോൾ ഈ വേപ്പർ പ്രഷർ എന്ന് പറയുന്നത് വിച്ച് ഇസ് ഈക്വൽ ടു ഇവരുടെ ഈ റിലേറ്റീവ് ലോവറിങ് ഓഫ് വേപ്പർ പ്രഷർ എന്ന് പറഞ്ഞത് ഈക്വൽ ടു Chi2, അതായത് അവരുടെ എന്താണ് നമ്മളെ സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷന് ഈക്വൽ ആണ് എന്നാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, so in a solution containing several non-volatile solutes, the lowering of the vapor pressure depends on the sum of the mole fraction of different solutes. ആ lowering of vapor pressure എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു ദി സം ഓഫ് എന്താണ് മോൾ ഫ്രാക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് സൊല്യൂട്ട്സ്. സോ ഇതിൻ്റെ എക്സ്പ്രഷൻ ഇതാണ്. ദ എക്സ്പ്രഷൻ ഓൺ ദി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഓഫ് ദി ഇക്വേഷൻ ആസ് മെൻഷൻഡ് ഏർലിയർ ഈസ് കോൾഡ് റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ഇവിടെ റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷറാണ് P01 മൈനസ് P1 ഡിവൈഡ് ബൈ P01 ഇട്ടിരിക്കുന്നത്. ഇതിനെന്തെന്ന് പറയുന്നു? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ എന്നാണ് പറയുന്നത്. ആൻഡ് ഈസ് ഈക്വൽ ടു ദി മോൾ ഫ്രാക്ഷൻ ഓഫ് ദി സൊല്യൂട്ടിൻ്റെ മോൾ ഫ്രാക്ഷന് ഈക്വൽ ആണ്. ഓക്കെ, ഇനി നോക്കാനുള്ളത് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. രണ്ടാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടിയാണ്. ദ റൈസ് ഇൻ ദി ബോയിലിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഡ്യൂ ടു ഡിസൊല്യൂഷൻ ഓഫ് എ നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ്. ഒരു ലിക്വിഡിലോട്ട് നമ്മൾ നോൺ വോളറ്റൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യുമ്പോൾ അവിടെ റൈസ് ആവുന്ന ബോയിലിംഗ് പോയിന്റ്, അതിനെയാണ് നമ്മൾ എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ഡെൽറ്റ TB ഈസ് ഈക്വൽ ടു KB ഇൻറ്റു M. KB-നെ നമ്മൾ മോളാൽ എലിവേഷൻ കോൺസ്റ്റന്റ് എന്നോ അല്ലെങ്കിൽ എബലിയോസ്കോപ്പിക് കോൺസ്റ്റന്റ് എന്നോ പറയുന്നുണ്ട്. M എന്ന് പറയുന്നത് മൊളാലിറ്റിയുടെ ഇക്വേഷൻ അറിയായിരിക്കുമല്ലോ. നമ്മൾ മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം ആണ് മൊളാലിറ്റി. സോ അതിനെ നമ്മൾ ആ ഒരു ഇക്വേഷനെ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് സൊല്യൂട്ട് കണ്ടുപിടിക്കാൻ പറ്റും, വെയിറ്റ് കണ്ടുപിടിക്കാൻ പറ്റും, ഡെൽറ്റ TB, അങ്ങനെ ഏതെങ്കിലുമൊക്കെ നമുക്കിപ്പോൾ ഇക്വേഷൻ വരുന്ന സമയത്ത് മൊളാലിറ്റി ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ലെങ്കിൽ ആ ഒരു ഇക്വേഷൻ എന്താണ് മാസ് ഓഫ് സൊല്യൂട്ട് ഡിവൈഡ് ബൈ മാസ് ഓഫ് സോൾവെന്റ് ഇൻ കിലോഗ്രാം എന്നുള്ള രീതിക്ക് ഇട്ടിട്ട് ഇക്വേഷൻ എഴുതാൻ പറ്റും. ദെൻ മൂന്നാമത്തേത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ആണ്. ദ ഫോൾ ഇൻ ദി ഫ്രീസിംഗ് പോയിന്റ് ഓഫ് എ ലിക്വിഡ് ഡ്യൂ ടു ദ ഡിസൊല്യൂഷൻ ഓഫ് നോൺ വോളറ്റൈൽ സൊല്യൂട്ട് ഈസ് കോൾഡ് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. സെയിം ആണ്. നമ്മളെ ലിക്വിഡിനകത്തോട്ട് ഒരു നോൺ വോൾട്ടൈൽ സൊല്യൂട്ടിനെ ആഡ് ചെയ്യുമ്പോൾ അവിടുത്തെ ഫ്രീസിംഗ് പോയിന്റിൽ ഉണ്ടാവുന്ന താഴ്ചയാണ് നമ്മൾ ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഡെൽറ്റ TF ഇസ് ഈക്വൽ ടു KF ഇൻറ്റു M. KF-നെ പറയുന്നത് മോളാൽ ഡിപ്രഷൻ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്രയോസ്കോപ്പിക് കോൺസ്റ്റന്റ്. ദെൻ M എന്ന് പറയുന്നത് മൊളാലിറ്റി. അടുത്ത കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഓസ്മോട്ടിക് പ്രഷർ ആണ്. എന്താണ്? ദ എക്സസീവ് പ്രഷർ അപ്ലൈഡ് ഓൺ ദി സൊല്യൂഷൻ ടു പ്രിവെൻറ്റ് ഓസ്മോസിസ് ഈസ് കോൾഡ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോസിസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സൊല്യൂഷനിൽ അപ്ലൈ ചെയ്യുന്ന എക്സസ് പ്രഷറാണ് ഓസ്മോട്ടിക് പ്രഷർ എന്ന് പറയുന്നത്. ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് അപ്പോൾ ഇതോടെ നമ്മളെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് കഴിഞ്ഞു. ഇനി ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഫറെൻറ്റ് സൊല്യൂഷൻസ് ഹാവിങ് സെയിം ഓസ്മോട്ടിക് പ്രഷർ ഉള്ള ഡിഫറെൻറ്റ് സൊല്യൂഷൻസിനെയാണ് നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത്. ഇനി 2 സൊല്യൂഷൻസ് ഹാവിങ് സം ഓസ്മോട്ടിക് പ്രഷർ അറ്റ് എ ഗിവൺ ടെമ്പറേച്ചർ ആർ കോൾഡ് ഐസോട്ടോണിക് സൊല്യൂഷൻ. ഓക്കെ, ഇപ്പോൾ പറഞ്ഞത് തന്നെയാണ്. 2 സൊല്യൂഷൻ എടുക്കുകയാണ്, അപ്പോൾ അവരുടെ ഓസ്മോട്ടിക് പ്രഷർ സെയിം ആണെങ്കിൽ നമ്മൾ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയും. വെൻ സച്ച് സൊല്യൂഷൻസ് ആർ സെപ്പറേറ്റഡ് ബൈ സെമി പെർമിയബിൾ മെംബ്രെയിൻ നോ ഓസ്മോസിസ് ഒക്കേഴ്സ് ബിറ്റ്വീൻ ദം. ഇവരുടെ ഇടയിൽ ഓസ്മോസിസ് നടക്കത്തില്ല. ഫോർ എക്സാമ്പിൾ, ദ ഓസ്മോട്ടിക് pressure associated with the fluid inside the blood cell is equivalent to that of 0.9% sodium chloride solution called normal saline solution, and it is safe to inject intravenously. On the other hand, if we place the cells in a solution containing more than 0.9% sodium chloride, water will flow out of the cells and they would shrink. Such a solution is called hypertonic. And ഇവിടെ osmotic pressure കൂടുതലാവുകയാണ്, so hypertonic. If the salt concentration is less than 0.9%, the solution is said to be hypotonic. In this case, water will flow into the cells if placed in this solution and they would swell. So isotonic, hypertonic, hypotonic just നോക്കി വയ്ക്കാം. ഇനി നമ്മൾ ആ വേപ്പർ പ്രഷർ പറഞ്ഞതിൽ
ഓസ്മോട്ടിക് പ്രഷർ പറഞ്ഞതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നതാണ്. ഓസ്മോട്ടിക് പ്രഷറിനെ നമുക്ക് ഇറ്റ് ഹാസ് ബീൻ ഫൗണ്ട് experimentally that osmotic pressure is proportional to the molarity C of the solution at a given temperature T. ഓക്കെ, നമ്മൾ മൊളാരിറ്റിയും പിന്നെ സൊല്യൂഷൻ്റെ ടെമ്പറേച്ചറും ഒക്കെ ആയിട്ട് നമ്മൾ റിലേറ്റ് ചെയ്തിട്ട് ഓസ്മോട്ടിക് പ്രഷറിന് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്. ഓസ്മോട്ടിക് പ്രഷർ ഈ പൈ ഈസ് ഈക്വൽ ടു CRT എന്നാണ്. ഹിയർ പൈ ഈസ് ദ ഓസ്മോട്ടിക് പ്രഷർ ആൻഡ് R ഈസ് ദി ഗ്യാസ് കോൺസ്റ്റന്റ്. സോ ഈ ഒരു എക്സ്പ്രഷൻ നോക്കി വയ്ക്കുക. പൈ ഈസ് ഈക്വൽ ടു CRT, സി എന്ന് പറയുന്നത് നമ്മൾ മൊളാരിറ്റിയാണ്. സോ പൈ ഈസ് ഈക്വൽ ടു N2/V into RT. ഓക്കെ, ഈ ഇക്വേഷനൊക്കെ ഒന്ന് നോക്കി വയ്ക്കാം. ഇനി ദ ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ക്യാൻ ബി റിവേഴ്സ്ഡ്. ഓസ്മോസിസിന്റെ ഡയറക്ഷൻ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും ഇഫ് എ പ്രഷർ ലാർജർ ദാൻ ദി ഓസ്മോട്ടിക് പ്രഷർ ഈസ് അപ്ലൈഡ് ടു ദി സൊല്യൂഷൻ സൈഡ്. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടുതൽ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓസ്മോസിസിനെ ഡയറക്ഷനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് നൗ ദ പ്യുവർ സോൾവെന്റ് ഫ്ലോസ് ഔട്ട് ഓഫ് ദി സൊല്യൂഷൻ ത്രൂ ദി സെമി പെർമിയബിൾ മെംബ്രെയിൻ. അപ്പോൾ ഇപ്പോൾ എന്താണ്, സെമി പെർമിയബിൾ മെംബ്രെയിനിലൂടെ പാസ് ചെയ്യുന്നതിന് പകരം ഔട്ട് ഓഫ് ദി സെമി പെർമിയബിൾ മെംബ്രെയിൻ ആയിരിക്കും പ്യുവർ സോൾവെന്റ് പാസ് ചെയ്യുക. This phenomenon is called reverse osmosis and is of great practical utility. ഇതാണ് റിവേഴ്സ് ഓസ്മോസിസ്. മെയിൻ ആയിട്ട് യൂസ്ഡ് ഇൻ എന്തിനാണ്, ഡീസലൈനേഷൻ ഓഫ് സീ വാട്ടർ. സീ വാട്ടറിന്റെ ഡീസലൈനേഷൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഓസ്മോട്ടിക് പ്രഷർ ഈസ് യൂസ്ഡ് ടു മെഷർ മോളിക്കുലർ മാസ് ഓഫ് പ്രോട്ടീൻസ് ആൻഡ് അതർ മാക്രോ മോളിക്യൂൾസ്. ഈ ഓസ്മോട്ടിക് പ്രഷർ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോട്ടീൻ്റെയും അതുപോലെ മാക്രോ മോളിക്യൂൾസിൻ്റെയൊക്കെ മോളിക്കുലർ മാസ് മെഷർ ചെയ്യാൻ പറ്റും. ബിക്കോസ് എന്തുകൊണ്ടാണ്, ബിക്കോസ് ഓസ്മോട്ടിക് പ്രഷർ ഈസ് മെഷേർഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. മൊളാരിറ്റി ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് മൊളാലിറ്റി. ഇവിടെ മൊളാരിറ്റി ആണ് യൂസ് ചെയ്യുന്നത്, അതുകൊണ്ടും കൂടിയാണ്. ഇനി 2 പോയിന്റ് ഉള്ളത്. ആന്റി ഫ്രീസ് സൊല്യൂഷൻസ് ഉണ്ട്. എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യൂസ്ഡ് ഇൻ ഓട്ടോമൊബൈൽ റേഡിയേറ്റേഴ്സ് ടു പ്രിവെന്റ് ദ ഫ്രീസിംഗ് ഓഫ് വാട്ടർ. ഫ്രീസിംഗ് ഓഫ് വാട്ടറിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി, അതായത് ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ്. ഇതാണ് ആന്റി ഫ്രീസിംഗ് സൊല്യൂഷൻസ്. അടുത്തൊരു എക്സാമ്പിൾ, NaCl ആൻഡ് CaCl2 ഈസ് യൂസ്ഡ് ടു റിമൂവ് ഐസ് ഫ്രം റോഡ് ബിക്കോസ് ഇറ്റ് ഡിപ്രസ് ദ ഫ്രീസിംഗ് പോയിന്റ് ഓഫ് വാട്ടർ. ഇനി അബ്നോർമൽ മോളാർ മാസ് എന്താണ്, ദ മോളാർ മാസ് വാല്യൂസ് ഗീവ്സ് the molar mass values higher or lower than the normal values are called abnormal molar mass. നമ്മളെ നോർമൽ മോളാർ മാസിനേക്കാളും ഹയറോ അല്ലെങ്കിൽ ലോവറോ ആയിട്ടുള്ള വാല്യൂസിനെയാണ് അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. ഇത് എന്തുകൊണ്ടാണ് വരുന്നത്, ഇറ്റ് അറൈസസ് ഡ്യൂ ടു മോളിക്കുലർ അസോസിയേഷൻ ഓർ മോളിക്കുലർ ഡിസോസിയേഷൻ. മോളിക്കുലർ അസോസിയേഷൻ കാരണമോ ഡിസോസിയേഷൻ കാരണമോ ആണ് ഈ പറയുന്ന അബ്നോർമൽ മോളാർ മാസ് ഉണ്ടാവുന്നത്. In 1880, Van Hoff introduced a factor I known as the Van Hoff factor to account for the extent of dissociation or association. ഈ I എന്ന് പറയുന്ന ഒരു വാൻ ഹോഫ് ഫാക്ടറിനെ വെച്ചിട്ട് നമുക്ക് എക്സ്റ്റെൻറ്റ് ഓഫ് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷൻ എത്രയാണ് എന്നുള്ളത് അക്കൗണ്ട് ചെയ്യാൻ പറ്റും. സോ ഐയുടെ ഫോർമുല വരുന്നത് നോർമൽ മോളാർ മാസ് ഡിവൈഡഡ് ബൈ അബ്നോർമൽ മോളാർ മാസ്, അല്ലെങ്കിൽ ഒബ്സർവ്ഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഡിവൈഡഡ് ബൈ കാൽക്കുലേറ്റഡ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി, അല്ലെങ്കിൽ എന്താ പറയുക, I is equal to total number of moles of particles after association or dissociation divided by number of moles of particles before association or dissociation. ഇവിടെ നമുക്ക് ഈ ഒരു ഇക്വേഷനാണ് അത്യാവശ്യമായിട്ട് വേണ്ടത്. ഇനി ഐയുടെ വാല്യൂ ചെറുതാവുകയാണെങ്കിൽ, ഒന്നിനേക്കാളും കൂടുതലാണ് ഐയുടെ വാല്യൂ എങ്കിൽ ദ സൊല്യൂട്ട് അണ്ടർഗോസ് ഡിസോസിയേഷൻ. ഒന്നിനേക്കാളും വലിയ വാല്യൂ ആണ് ഐന് കിട്ടുന്നതെങ്കിൽ നമുക്ക് സൊല്യൂഷൻ എന്താണ്, ഡിസോസിയേഷനിലാണെന്ന് പറയാം. ഐൻ്റെ വാല്യൂ ഒന്നിനേക്കാൾ ചെറുതാണെങ്കിൽ സൊല്യൂട്ട് എന്ത് ചെയ്യാണ്, സൊല്യൂട്ട് അണ്ടർഗോസ് അസോസിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അസിയോട്രോപ്പൊക്കെ നേരത്തെ പറഞ്ഞു. മാക്സിമം ബോയിലിംഗ് ഡ്രോപ്പ്, മിനിമം ബോയിലിംഗ് ഡ്രോപ്പ്, അസിയോട്രോപ്സ് പറഞ്ഞു, പിന്നെ റിവേഴ്സ് ഓസ്മോസിസ് പറഞ്ഞു. സോ ഇതൊക്കെയാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിലുള്ളത്. മെയിനായിട്ട് എക്സാമ്പിൾസ് പഠിക്കുക, ഇക്വേഷൻസും നോക്കുക. താങ്ക് യു. Yeshuda Edu Platform, a complete education channel for cracking competitive exams for your dream career in life science field as well as Kurola PSC exams. Please like, share and subscribe for more videos.